എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണം. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു കൊച്ചു വീഡിയോ കണ്ടു നോക്കിയാലോ? എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അത് നമുക്ക് കണ്ടുകൊണ്ടെന്നാലോ? നിങ്ങളും ഇങ്ങനെയാണോ? ചില നിസ്സാര കാര്യങ്ങൾക്ക് കണ്ണു നിറയുമോ? തീരെ ചെറിയ കാര്യങ്ങൾക്ക്, ഉദാഹരണം പറഞ്ഞാൽ സിനിമയിലെ സെൻറ്റിമെൻറ്റ്സ്, ക്ലൈമാക്സ് എന്നിവ കണ്ടാൽ അറിയാതെ കണ്ണു നിറയുമോ? നമ്മുടെ കൂട്ടുകാർ അവരുടെ സങ്കടം പറയുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്നും അറിയാതെ കണ്ണുനീർ വരില്ലേ? ചില സമയത്ത് വീട്ടിൽ പ്രതീക്ഷിക്കാതെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അതിഥി കയറി വരുമ്പോൾ, അതുപോലെ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യത്തിൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെ ഒരു വിജയം സംഭവിക്കുമ്പോൾ, വളരെ നിസ്സാരമായ പത്രവാർത്തകളിൽ, ചിലപ്പോൾ അതിക്രൂരമായ വലിയ വാർത്തകളിലൊക്കെ നമ്മുടെ കണ്ണ് വല്ലാതെ നിറയുന്നുണ്ടോ? കൂട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഈ ചെറിയ കാര്യത്തിന് ഇങ്ങനെ തളരല്ലേ എന്ന് പറയുന്നുണ്ടോ? എങ്കിൽ നമ്മൾ വളരെ പാവമാണ് അതിനർത്ഥം. നിങ്ങൾ ഏറ്റവും നല്ല മനുഷ്യരാണെന്നതാണ് അതിനർത്ഥം. മനസ്സ് ശുദ്ധമാണെന്നതാണ് അതിനർത്ഥം. പിന്നെ ഉള്ളത് നമ്മൾ പറ്റിക്കപ്പെടാൻ എളുപ്പമാണ് എന്നതാണ്. നമ്മൾ പറ്റിക്കപ്പെടാൻ എളുപ്പമുള്ളവരാണ് എന്ന് മൂന്നാമതൊരാൾ അറിയുകയാണെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും, ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ മനുഷ്യൻ എന്ന നിലയ്ക്ക് നിഷ്കളങ്കനായ ഒരു ആത്മാവ് നിങ്ങളിൽ ഉണ്ട് എന്നതാണ് സത്യം. അല്ലാതെ നിങ്ങൾ കരുതുന്നത് പോലെ ഒരു അസുഖമൊന്നുമല്ല കേട്ടോ. നിങ്ങളുടെ കണ്ണ് നിറഞ്ഞാൽ, മറ്റുള്ളവരുടെ വേദന വല്ലാണ്ട് നമ്മുടെ മനസ്സ് നൊന്താൽ, നിങ്ങളുടെ ഉള്ളിൽ നല്ലൊരു മനുഷ്യനുണ്ടെന്നാണ് അതിനർത്ഥം. അതിന് അഭിമാനം തോന്നേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഈ കാര്യം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഒരു ചതിക്കുഴിയിലും ചെന്ന് ചാടരുത്. നമ്മൾ പലർക്കും വേണ്ടി കരഞ്ഞെന്ന് വരും, പക്ഷേ അവരിൽ ചിലരൊന്നും ജെനുവിനാണെന്ന് വരില്ല. അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.